നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തിടെയായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് നാനോ വളങ്ങളെന്നുള്ളത്. അതിൽ പ്രധാനമായും നാനോ യൂറിയ എന്നുള്ളത് ഇപ്പം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാനോ യൂറിയ എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ സാധാ യൂറിയ ഉണ്ടല്ലോ, അത് എന്താണെന്നും അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് നാനോ യൂറിയയിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ സാധാരണ യൂറിയ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 46% നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഒരു വളമാണ്. അതായത് ഒരു ചെടിക്ക് നമുക്ക് 100 ഗ്രാം നൈട്രജൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 217 ഗ്രാം യൂറിയ നമ്മൾ ഇട്ട് കൊടുക്കണം, ചോട്ടിൽ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന യൂറിയയുടെ 30 മുതൽ 40% മാത്രമേ ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന അവസ്ഥയിലുള്ളൂ. ബാക്കി 60% പല രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നഷ്ടപ്പെടുമെന്ന് വെച്ചാൽ, കുറച്ച് മണ്ണിൽ അവശേഷിക്കും, കുറച്ച് വെള്ളത്തിൽ അലിഞ്ഞു ചേരും, കുറച്ച് ഭാഗം വായുവിലും അലിഞ്ഞു ചേരും. അപ്പോൾ മണ്ണിൽ അവശേഷിക്കുന്ന യൂറിയയുടെ ഭാഗം മണ്ണിൻ്റെ അമ്ലത കൂട്ടും. അതുപോലെ തന്നെ വായുവിൽ ലയിച്ചു ചേരുന്ന യൂറിയ ആണെങ്കിലോ അത് ഓസോൺ പാളികളിൽ വരെ വിള്ളലുണ്ടാക്കാൻ പറ്റുന്ന കെമിക്കൽസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള യൂറിയ ആണെന്നുണ്ടെങ്കിൽ ജലമലിനീകരണവും ഉണ്ടാക്കും. ഈ പരിസ്ഥിതി മലിനീകരണമാണ് യൂറിയയുടെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് പറയണത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഫ്കോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സർക്കാർ അംഗീകൃത കമ്പനിയാണ്. അവർ നാനോ യൂറിയ 2021 കണ്ടുപിടിച്ചത്. അപ്പം നാനോ യൂറിയയ്ക്ക് സാധാ യൂറിയയിൽ നിന്ന് എന്തൊക്കെയാണ് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ സാധാരണ യൂറിയയിൽ 46% നൈട്രജൻ ഉള്ളപ്പോൾ ഈ നാനോ യൂറിയയിൽ 4% നൈട്രജനെ അടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഈ 4% അടങ്ങിയിട്ടുള്ള നാനോ യൂറിയ 45 കിലോഗ്രാം സാധാരണ യൂറിയയ്ക്ക് തുല്യമാണ്. അതെങ്ങനെ തുല്യമായി എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിലടങ്ങിയിട്ടുള്ള യൂറിയയുടെ കണികകളുടെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൻ്റെ 90% ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലെ യൂറിയയുടെ ആഗിരണ ശേഷി കൂടുതലായതുകൊണ്ട് തന്നെ 2 മുതൽ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള നിലയിൽ കലക്കിയിട്ട് തളിച്ചാൽ മതി. അപ്പോൾ തന്നെ നോക്കുക, 217 ഗ്രാം യൂറിയ സാധാരണ യൂറിയ കൊടുക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ 2-3 തുള്ളി നാനോ യൂറിയ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് 500 ml നാനോ യൂറിയ 45 കിലോഗ്രാം സാധാരണ യൂറിയയ്ക്കൊപ്പം എത്തുന്നതെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 500 ml നാനോ യൂറിയയ്ക്ക് 225 രൂപയാണ് വില. ഇതെങ്ങനെ സാധാരണ യൂറിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ലാഭമാണോ അല്ലയോ എന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ, ഇപ്പം 1 കിലോ സാധാരണ യൂറിയയ്ക്ക് 5 രൂപയാണെന്ന് വെച്ചോളൂ. 5 × 45 225. അതേ വില തന്നെയല്ലേ ഉള്ളൂ 500 ml നാനോ യൂറിയയ്ക്കും. അപ്പോൾ രണ്ടും വിലയുടെ കാര്യത്തിൽ ഇതിന് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? പിന്നെ സാധാരണ യൂറിയ വെച്ച് നോക്കുമ്പോൾ ഇത് നാനോ യൂറിയ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സ്ഥലം മതി, അല്ലേ? അതായത് 45 കിലോഗ്രാം യൂറിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ചാക്ക് യൂറിയ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം. അതേസമയം ഇതെന്ന് പറഞ്ഞാൽ 500 ml ബോട്ടിലാണ്. ഒരു ചെറിയൊരു ബോട്ടിൽ നമുക്ക് സൂക്ഷിക്കാൻ എത്ര സ്ഥലമാണ് വേണ്ടത്? അപ്പം സ്റ്റോറേജിൻ്റെ ഒരു കാര്യത്തിൽ മികച്ചതേതാ? നാനോ യൂറിയ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ സൂക്ഷിപ്പ് കാലമാണ്. സൂക്ഷിപ്പ് കാലം എന്ന് പറയുമ്പം നാനോ യൂറിയയ്ക്ക് 2 വർഷം വരെ യാതൊരു കേടുപാടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നമ്മുടെ സാധാരണ യൂറിയ ആണെങ്കിൽ നമ്മൾ എത്രയൊക്കെ വെള്ളം തട്ടാതെയൊക്കെ വെച്ചാലും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എത്ര നമ്മൾ എയർ ടൈറ്റായിട്ട് കെട്ടിവെച്ചു അല്ലെങ്കിൽ സീൽ ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞാലും കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് നമ്മൾ നാനോ യൂറിയ ഉപയോഗിക്കുന്നതിലൂടെ
ഇല്ലാതാക്കുകയാണ്. വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ നാനോ യൂറിയയ്ക്ക് മലിനീകരണം ഇല്ല. അതായത് പരിസ്ഥിതി മലിനീകരണം നാനോ യൂറിയ കാരണം ഉണ്ടാവാനുള്ള ചാൻസ് 100% ഇല്ലയെന്ന് തന്നെ പറയാം. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ്, 2-3 തുള്ളിയാണ് 1 ലിറ്ററിലേക്ക് ഒഴിക്കുന്നത്. അത് തന്നെ ചെടികൾ പൂർണ്ണമായിട്ടും ഏകദേശം 90% ഇത് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഒരു 10% വരുള്ളൂ. ആ 10% മണ്ണിൽ വീണാലും എയറിൽ പോയാലും ഒന്നും വലിയൊരു എഫക്റ്റ് ഉണ്ടാവില്ല. മറ്റേത് 60%, സാധാരണ യൂറിയയുടെ 60% നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം ഒരു ബൾക്ക് വ്യത്യാസമുണ്ട് അവിടെ. 10%, 60% എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു വ്യത്യാസം അവിടെ തന്നെയുണ്ട്. അതായത് സാധാരണ യൂറിയയെക്കാളും പരിസ്ഥിതി സൗഹൃദമാണ് നാനോ യൂറിയ എന്ന് പറയാം. ഈ നാനോ യൂറിയ നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളെ യാതൊരു തരത്തിലും നശിപ്പിക്കില്ല. അതേസമയം സാധാരണ യൂറിയ നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുമ്പം മണ്ണിൻ്റെ സ്വഭാവം തന്നെ മാറ്റുകയാണ്. കാര്യം അമ്ലത കൂട്ടും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈ നാനോ യൂറിയ ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവാം പലർക്കും, യൂറിയ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ തളിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 10 ഗ്രാം യൂറിയയാണ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ 30% മാത്രമേ ചെടികൾ ഉപയോഗിക്കുകയുള്ളൂ. ബാക്കി 60% അപ്പോഴും 60-70% അപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് മണ്ണിലോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ മണ്ണിലെ അമ്ലത അത് കൂട്ടുകയും അതുവഴി മണ്ണിൻ്റെ സ്വഭാവം മാറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നാനോ യൂറിയ ആണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഒട്ടും തന്നെ അവശേഷിക്കില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ സ്വഭാവം മാറുമെന്നോ അല്ലെങ്കിൽ അമ്ലത കൂടുമെന്നോ അതുവഴി മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുമെന്നുള്ള ടെൻഷനോ ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. നാനോ യൂറിയയുടെ കണികകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ സസ്യകോശങ്ങൾക്ക് ഇത് നേരിട്ട് ആഗിരണം ചെയ്തെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ 0% ഇവിടെ വളത്തിൻ്റെ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായിട്ടാണ് ഇവിടെ വളം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പ്രയോജനമുള്ള നാനോ യൂറിയ എപ്പോഴൊക്കെയാണ് ചെടികൾക്ക് മെയിനായിട്ടും കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നട്ട് മുളപ്പിക്കുന്ന ചെടികളുണ്ടല്ലോ, ഇപ്പോൾ പയർ, പാവൽ, പടവലം തുടങ്ങിയ ചെടികൾ, അതുപോലെയുള്ളതാണെങ്കിൽ മുളച്ച് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുക. അതല്ല നമ്മൾ പറിച്ചു മാറ്റി നടുന്നതാണെങ്കിൽ, ഇപ്പം മുളക്, വഴുതന, തക്കാളി പോലുള്ള ചെടികളാണെന്നുണ്ടെങ്കിൽ പറിച്ച് നട്ട് 20 മുതൽ 25 ദിവസത്തിന് ശേഷം ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം ഈ 2 ടൈപ്പ് ചെടികളാണെന്നുണ്ടെങ്കിലും പൂക്കുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മൾ ഒരു സ്പ്രേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂ ഉണ്ടാവുകയും പൂക്കൾ കൊഴിയാതിരിക്കുകയും അതുപോലെ തന്നെ കായ്കൾ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഈ നാനോ യൂറിയ തളിച്ചു എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കരുത്. നമുക്ക് നൈട്രജന് സോഴ്സായിട്ട് നാനോ യൂറിയ കൊടുക്കുക. പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ സ്പ്രേ തന്നെ കൊടുക്കണം. പൊട്ടാഷ്യം, ഫോസ്ഫറസും എല്ലാം പ്രത്യേകം തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. എല്ലുപൊടിയായിട്ടോ രാജ്ഫോസായിട്ടോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യത്തിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.